വീണേ പാടില്ല. അതാ ഞാൻ പറഞ്ഞത്, വീണ പാടില്ല, വീണ മീട്ടാനുള്ളതല്ലേ. അതല്ല പറഞ്ഞു, വീണ നീ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നാ പറഞ്ഞത്. അതെന്താ വന്നാല്? എടി ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എടി ചേട്ടൻ പ്രശ്നമാണ്. ഇവിടെ നീ വന്നു കഴിഞ്ഞ കാര്യങ്ങൾ നടക്കില്ല, നീ ഇങ്ങോട്ട് വരരുത്. നിങ്ങളുടെ ചേട്ടന്റെ പ്രശ്നമൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ വരുമെന്ന് പറഞ്ഞാൽ വരും. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ അങ്ങോട്ട് നിൽക്കുകയാണ്, നീ ഇങ്ങോട്ട് വരല്ലേ. എന്റെ ഗിരീഷേട്ടൻ, ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എത്താറായി എന്ന് പറഞ്ഞ കാര്യം നീ വരല് കട്ടരുത്. ഇവളെന്ത് മണ്ടത്തരമൊക്കെയാണ് കാണിക്കുന്നത് എന്റെ ദൈവമേ. ഇങ്ങനെ കൊണ്ടുണ്ടാത്ത രീതിയിൽ 2 മാസമായി. 2 മാസമായത് വെട്ടിയിലാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അതല്ല, 2 മാസമായെന്ന്. 2 മാസമായ നിനക്ക് എന്നാ നീ ഇങ്ങനെ തുള്ളിച്ചാടരുത്, ഒച്ചത്തിൽ സംസാരിക്കരുത്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എനിക്ക് 2 മാസമായ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ 2 മാസമായി നിങ്ങൾ അങ്ങോട്ട് എന്റെ വീട്ടിലോട്ട് വന്നിട്ട് നിങ്ങളുടെ കഴുത്തിൽ താലി കിട്ടിയത് തന്നെ. ഞാൻ അവിടെ എങ്ങനെ കഴിയുന്നു നിങ്ങൾ ഇവിടെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഞാൻ ഇവിടുത്തെ തിരിഞ്ഞു നോക്കിയാ നീ അവിടെ എങ്ങനെ കഴിയുന്നത് എനിക്ക് കാണാൻ പറ്റുമോ? അത് എനിക്കൊന്നും അറിയണ്ട. നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയതാണോ? എന്നാ ഞാൻ ഈ വീട്ടിൽ താമസിക്കും. എന്റെ അമ്മയെ കെട്ടിയതാണ് എന്റെ അച്ഛൻ. എന്റെ അച്ഛന്റെ മോനാണ് എന്റെ ചേട്ടൻ. ആ ചേട്ടൻ പറഞ്ഞ് എന്നെ അനുസരിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിന്നെ ഇവിടെ കാപിപ്പിക്കാൻ പറ്റത്തില്ല. എനിക്കറിയേണ്ട കാര്യമില്ല. അനർത്ഥങ്ങൾ ഉണ്ടാവുന്നു. അത് പിന്നെ കല്യാണം കഴിഞ്ഞ് ഭാര്യ ഭർത്താവുമ്പം ഇത്തിരി അനർത്ഥങ്ങൾ. അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ടേ നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ആൾക്കാർ ചോദിക്കത്തില്ലേ, കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് അനർത്ഥമൊന്നും ഇല്ലേടിയേ എന്നിങ്ങനെ ചോദിക്കത്തില്ലേ? അനർത്ഥത്തിന് വേറെ അർത്ഥം കൊണ്ട് വരുന്ന കണ്ട. അനർത്ഥം എന്ന് പറഞ്ഞ അപകടങ്ങൾ ഉണ്ടാവും, അതുകൊണ്ടാ പറഞ്ഞത്. എനിക്കൊന്നും അറിയണ്ട. എന്ത് അപകടം ഉണ്ടായാലും ഞാൻ ഈ വീട്ടിൽ താമസിക്കുമെന്ന് പറഞ്ഞില്ലേ? എന്റെ ദൈവമേ, നീ ഒന്ന് പറയുന്നത് മനസ്സിലാക്ക്. എന്താന്ന്? എന്റെ അമ്മ മരിച്ചപ്പോ ജോത്സനെ വിളിച്ചായിരുന്നു. ഏതെങ്കിലും അമ്മമാര് മരിക്കുമ്പോൾ ജോത്സനെ വിളിച്ച് പാട്ട് കച്ചേരി നടത്തുവോ? അതല്ല, ഞാൻ എന്തെങ്കിലും പുതിയത് പറയാന്ന് വിചാരിച്ചു വരുമ്പോ നീ പഴയതും കയറ്റിക്കൊണ്ട് ഇങ്ങോട്ട് പറല്ലേ. ജോത്സനെ പറഞ്ഞു, ജോത്സനെ വിളിച്ചായിരുന്നു. ജോത്സന് വന്ന് ഇവിടെ നോക്കിയപ്പം ഇവിടെ സ്ത്രീ സാന്നിധ്യം ഇനി പാടില്ല. സ്ത്രീ സാന്നിധ്യം ഇവിടെ ഉണ്ടായാൽ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ മരിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് നീ ഇവിടെ താമസിച്ചാൽ ശരിയാവത്തില്ല, നീ പോ. ചേട്ടൻ വരുന്നതിന് മുമ്പ് പോടി. ഞാനൊരു കാര്യം പറയട്ടെ, അഥവാ നിങ്ങളുടെ ചേട്ടൻ വന്നാലും ചേട്ടന് വീഴ്ത്താനുള്ള വിദ്യയൊക്കെ എന്റെ കയ്യിലുണ്ട്. ഓ പിന്നെ നീ ചേട്ടനെ ഇപ്പൊ വീഴ്ത്തും. എന്ത് വിദ്യയാണ് നിന്റെ കയ്യിലിരിക്കുന്നത്? നിങ്ങളുടെ ചേട്ടൻ വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ബോധം കെട്ട പോലെ അങ്ങ് അഭിനയിച്ച് വീഴും. എടി അതിലൊന്നും ചേട്ടൻ നിൽക്കൂല. നിങ്ങൾ കണ്ടോ? അപ്പൊ ബോധം കെട്ട് വീഴുന്ന സമയത്ത് ചേട്ടൻ വന്ന് എന്നെ വിളിച്ചോ നടത്തിയിട്ട് എന്റെ കൈ പിടിച്ച് ചേട്ടന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയും, എടാ എന്തായാലും നിന്നെ കാത്ത് കരുതി വന്ന പെണ്ണല്ലേ, നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചോ എന്ന് പറയും. എന്റെ ദൈവം, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാത്തില്ല, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അതിനുള്ള ഐഡിയ ഒക്കെ എന്റെ കയ്യിലാണ്. ചേട്ടൻ വരട്ടെ. നീ ബാഗ് പിടിച്ചേ. എന്താ ബാഗ് പിടിക്ക്. ദൈവമേ, വരുന്നുണ്ട് മാറുന്നു. അയ്യോ അയ്യോ ദൈവമേ വിളിച്ച്. എടാ ഞാൻ ഒരു പൊട്ടറാ നീ വിചാരിക്കുന്നത്. നിന്നെക്കാട്ട് കുറെ ഓണം കൂടുതലുണ്ടോ? പറ്റിപ്പോയി. എടാ വല്ല പണിക്കും വരാൻ പോണ കാശ് ഉണ്ടാക്കണം, എന്നിട്ട് വേണം ഈ സൈസ് വരാൻ. അങ്ങനെ ചേട്ടനെ പറ്റിക്കണമെന്ന് ഞാൻ വിചാരിച്ചല്ല, പറ്റിപ്പോയി. എന്റെ ഷർട്ടും മുണ്ടും എടുത്തിട്ടാ ഞാൻ കഷ്ടപ്പെട്ട് കരി കെട്ടിയാണ്. എടുത്തിട്ടാ പെങ്കുച്ചു, സത്യം പറയാ പെങ്കുച്ചു. അയ്യോ അച്ഛാ, അച്ഛൻ പറഞ്ഞ വാക്ക് പൊളിഞ്ഞേ. അയ്യോ ഇവിടെ ഗേറ്റ് കടന്ന് ശ്രീസാന്നിധ്യം വന്നേ. അച്ഛാ പൊളിഞ്ഞാ. അച്ഛോ ഇവിടെ കാലായി പോയി കാര്യം. അച്ഛാ പൊളിഞ്ഞാ. അച്ഛോ ഇവിടെ പെണ്ണ് കയറിയാ, പെണ്ണ് കയറി. ഏതായി പെങ്കുച്ചു? നീ വിളിച്ചേ പെങ്കുച്ചു? എനിക്ക് തല കറങ്ങുന്നേ. ഞാനിപ്പോ ബോധം കെട്ട് വീഴുവേ. അയ്യോ കണ്ടോ, വല്ല കാര്യമുണ്ടോ ആ കൊച്ചിനെ പേടിപ്പിക്കുന്നത്? ഇനി ഇവിടെ നിന്നാ ചിലപ്പോ പുറകെ പോലീസ് വരും. നമുക്ക് പോകാൻ ബോധം വരും. ഏതായി പെങ്കുച്ച്? സത്യം പറയാതായി അല്ലല്ല, നമ്മുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സ്ത്രീ സാന്നിധ്യം പാടില്ല. അതുകൊണ്ടാണ് 58 വയസ്സായിട്ട് ഞാൻ കല്യാണം കഴിയാക്കി. ആണോ ചേട്ടാ? അതല്ല, ഇത് സെയിൽസ് കേളാണ്. സെയിൽസ് കേളാണ്. ആണോ? സെയിൽസ് കേളാ? ഇത് ഷെൽസ് കേളാന്ന് എനിക്ക് വിശ്വാസമില്ല. ഇത് ഒരിക്കലും പെട്ടിയായിട്ട് ഷെൽസ് കേൾ വരില്ല. എന്നറിയാമോ, ഈ പെട്ടിക്കകത്ത് ഇവരെന്തൊക്കെയോ വിൽക്കാൻ വേണ്ടിട്ട് കുറെ സാധനങ്ങളുമായിട്ട് വീട് തോറും കയറി ഇറങ്ങി നടക്കുന്ന പെണ്ണ്. അതാണ് സെയിൽസ് കേൾ. അങ്ങനെ എന്റെ കയ്യിൽ 1-2 പ്രോഡക്ട്സ് ഉണ്ട്, ഞാനൊന്ന് കാണിക്കട്ടെ. ഓഹോ, 1-2 പ്രോഡക്ട്സ്. അങ്ങനെ സ്ത്രീകളെ ഇവിടെ അകത്ത് കയറ്റി പ്രോഡക്ട്സ് കാണുന്നതാണ് ഞങ്ങളുടെ അച്ചാച്ചൻ പറഞ്ഞേക്കുന്നത്.
അല്ല അങ്ങനെ ഞങ്ങൾക്ക് പ്രോഡക്റ്റ് പൊക്കോ കൊച്ചു പൊക്കോ ഞങ്ങൾക്ക് വേണ്ട. അയ്യോ അതല്ല സാറേ, എന്റെ കയ്യിൽ നല്ല ഒന്നാം തരം തേയിലപ്പൊടി ഉണ്ട്, അതൊന്ന് ചേട്ടൻ എടുക്കാം. ആവശ്യം പോലെ തൈലപ്പൊടി അടുക്കളയിൽ ഇരിപ്പുണ്ട്, ഞങ്ങൾക്ക് വേണ്ട. പെങ്കൊച്ച് ഇവിടെ കയറാൻ പാടില്ല. പോകച്ചാൽ നിങ്ങൾ ഈ ശ്രീസാന്നിധ്യത്തിൽ ഇവിടെ വേണ്ടത്. അങ്ങനെ പറയരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കട്ടപ്പനയിൽ നിന്ന് കൊണ്ടുവന്ന കോഫി പൗഡർ ഇരിപ്പുണ്ട്, അതെടുക്കട്ടെ. ഞങ്ങളുടെ ചിറ്റപ്പൻ കട്ടപ്പനക്കാരനെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ആവശ്യം പോലെ. പോകച്ച ഇവിടെ നിൽക്കരുത്. ഞങ്ങളുടെ അച്ചാച്ചോ ഇവിടെ കയറ്റി അച്ചാച്ചായി പോയി. അങ്ങനെയാണെങ്കിൽ സാറേ നല്ല ഒന്നാം തരം പശുവിന്റെ പാല് കൊണ്ടുണ്ടാക്കിയ പാൽപ്പൊടി ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് പാല് വേണ്ട. ഞങ്ങൾക്ക് അപ്പുറത്ത് റബ്ബർ തോട്ടമുണ്ട്, ഞങ്ങൾ റബ്ബർ പാല് കുടിച്ചോളാം. നിങ്ങൾ റബ്ബർ പാലാണോ കുടിക്കുന്നത്? ഞങ്ങൾ റബ്ബർ പാല് കുടിച്ചിട്ട് രാവിലെ മുതൽ ഇങ്ങനെ ചാടിച്ചടിക്കും. നീ പോകച്ച ഇവിടെ നിൽക്കല്ലെന്ന് പറഞ്ഞു. സാർ അങ്ങനെയാണെങ്കിലേ നമ്മൾ ഈ പെട്ടെന്ന് പാല് ചൂടാവുന്ന ഒരു സൈസ് പാത്രം നമ്മൾ കൊണ്ടുവന്നിട്ട് സാറിന് അതൊന്നും എടുക്കാം. ഒരു പാത്രം അവളിങ്ങനെ നോക്കല്ലെന്ന് പറയരുത്. എന്നെ എന്നെ നോക്കുവാന്ന് എപ്പോഴും നോക്കിയാലിപ്പോ എന്താ ഞാൻ കയറി പിടിക്കുകയൊക്കെ ചെയ്യും. തൈലപ്പൊടികളൊക്കെ കയറി പിടിക്കും ഞാൻ. പിന്നെ അവസാനം പൈസ പോകും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്ന് ചേട്ടാ, എന്തെങ്കിലും ഒരെണ്ണം എടുക്കുക. ഒരു സെയിൽസുമായിട്ട് വേണ്ടത് ഇവിടെ പെണ്ണുങ്ങൾ ഇതിനകത്ത് കയറുന്നത് അച്ചാച്ചൻ പറഞ്ഞാ അച്ചാച്ച പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രശ്നങ്ങൾ നടക്കും, ദുർമരണം നടക്കും തറവാട്ടി. അതൊക്കെ എനിക്ക് അതല്ല ചേട്ടാ കല്യാണം കഴിക്കാൻ നിൽക്കുന്നത്. നീ കൊച്ചാ പോ, എടുത്തോണ്ട് പോ. ഇവിടെ വേണ്ട, ഇവിടെ വേണ്ട. സാറേ ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്താ പറയാ? നമ്മുടെ ഈ കമ്പനിയിലെ ഒരുപാട് റൂൾസ് ഒക്കെ ഉണ്ട്. എന്നെ നോക്കരുത്, ഞാൻ ചുമ്മാ ചെയ്യുന്നത്. എന്റെ കയ്യിൽ പോവേ. ഒരുപാട് റൂൾസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. എന്താ റൂൾസ്? റൂൾസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഈ പ്രോഡക്ട്സ് വിൽക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അതിനൊരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. അല്ല സാറേ, നമ്മളെ കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. പോടാ അവിടുന്ന്. സാറേ നമ്മുടെ ഈ തേയിലപ്പൊടി ഉപയോഗിച്ച് പെട്ടെന്ന് ഒരു ചായ ഉണ്ടാക്കി ഞാൻ ഇട്ട് തന്നാൽ സാറിന് അതൊന്ന് കുടിക്കാമല്ലോ. അങ്ങനെ ഇല്ല. അടുക്കള കയറില്ല. അങ്ങനെ പറയരുത്. അത് നടക്കത്തില്ല, അത് നടക്കത്തില്ല. ജീവിക്കാൻ വേണ്ടിട്ടല്ലേ ചേട്ടാ. പെണ്ണുങ്ങൾ ഗേറ്റ് കയറി വന്നു പോട്ടെ, അടുക്കള കയറാൻ പറ്റില്ല. ഇല്ല, ഇത് എന്റെ ജോലിയുടെ ഭാഗമാണ് സാർ, ജോലിയുടെ ഭാഗമാണ്. പോയിട്ട് വരാം. എടാ പറയടാ, എടാ കൊച്ചു അടുക്കള കയറി പറയാം. എടാ അടുക്കള കയറി ആ നാണം കേട് വിടാ. നമ്മുടെ നാണക്കേട്, എന്നെ നാണക്കേട്. എടാ എന്റെ നിക്കർ അവിടെ ദോശക്കല്ല ഉണക്കായിട്ടിരിക്കടാ. അവിടെ എന്ന് കയറി കാണൂടാ. ഇട്ടോണ്ട് വരട്ടെ. എന്റെ അണ്ടർവെയറോ? പിന്നെ ചായ ഇട്ടോണ്ട് വരട്ടെ. ചായ ഇട്ടോണ്ട് വന്നാൽ പ്രശ്നമാകും. ഞാൻ പറയാം ചേട്ടാ, ഒരു പ്രശ്നം. അച്ചാച്ചോ അടുക്കള കയറി. അച്ചാച്ചോ ഒരു പെങ്കൊച്ചു വന്ന് അടുക്കള കയറി. അച്ചാച്ചോ ഒരു പെങ്കൊച്ചു വന്ന് അടുക്കള കയറി. എന്തോ ഇത് ചെവിയും കേൾക്കത്തില്ല. അച്ചാച്ചോ കള്ളുകൂടിയായിരിക്കും, കള്ളുകൂടി അല്ല. പിന്നെ ഞാൻ പറയുന്നത് എന്തോ കേൾക്കാത്തെ. ചേട്ടൻ ചുമ്മാ ഇങ്ങനെ കിടന്നുകൊണ്ട് ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ? ഒരു പെണ്ണ് സൈസുമായിട്ട് വന്ന് വരുവാ അടുക്കള കയറിയിട്ട് വരുവാ. എല്ലാം നശിച്ച് നമ്മുടെ തറവാടിന്റെ എല്ലാം അച്ചാച്ചൻ പറഞ്ഞ വാക്കും പോയി, എല്ലാം പോയി. സാറേ എന്തോ ഈ ചായ ഒന്ന് കുടിക്കാവോ? എന്തോ ഇനി എങ്ങനെയുണ്ടെന്ന് പറ. അതിങ്ങനെ നോക്കത്തിങ്ങനെ സാറേ അതല്ല, ഞങ്ങളുടെ കമ്പനിയുടെ തേയിലപ്പൊടിയും പാൽപ്പൊടിയും കൊണ്ടുണ്ടാക്കിയ നമ്മുടെ ചായയാ. സാറ് ഒന്ന് കുടിച്ച് നോക്കിയിട്ട്. ഇങ്ങനൊക്കെ പറഞ്ഞ ആരാ കുടിക്കാത്ത? ആരാ ഇത്? കുറച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്യൂ. കുടിക്കാം. അച്ചാച്ചോ അറബിയൊക്കെ അറിയാം. പൊളി പോയി കൊള്ളാം. ചായ കൊള്ളാം. അപ്പോഴേ ഞാന് ചോദിക്കായിരുന്നു, കൊള്ളാന്ന് ഞാൻ പറയായിരുന്നു. അതെ ഇപ്പഴേ. അതെ, എന്താ പേര്? കൊച്ചുനാരായണൻ. ദീപക്കം നായർ. അത് വീട്ടിൽ വിളിക്കുന്ന ഞങ്ങളുടെ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് ദീപക്കം നായർ. അങ്ങനെ നടക്കുന്നത്. അവന്റെ പേര് ചോദിച്ചു. എനിക്കറിയാലോ. അല്ലല്ല ചുമ്മാ ചോദിച്ചു, അവന്റെ പേര് ചോദിച്ചു. അല്ല എനിക്കറിയാം പേര്. അല്ല എന്നാലും ഒന്ന് ചോദിച്ചത്. അറിയാവുന്ന പേരല്ലേ, പിന്നെ എന്തിനാ ഞാൻ ചോദിക്കുന്നത്? അല്ല ചോദിച്ചാൽ എനിക്കൊരു പണി തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതാ ചോദിക്കുന്നത്. അവന്റെ അത് കൊച്ചുനാണോ എന്നുള്ള എനിക്ക് പറയാൻ പറ്റുമോ? അതാ ഒന്ന് തിരിച്ച് ചോദിക്കാവോ? ചേട്ടാ ഒരു ചായ ഇട്ട് തന്നല്ലേ, ഒരു താങ്ക്സ് ഒക്കെ പറയല്ലേ? താങ്ക്സ്, ഇത് കൊള്ളാം. കുട്ടി എന്ത് ചെയ്യുന്നു? ഞാന് ബിസിനസ്സും കാര്യങ്ങളൊക്കെ. അതെ വന്നാ ഞാനേ ഒരു കാര്യം ഞാൻ ആലോചിച്ചത് എന്താന്ന് വെച്ചാലേ, ഈ കുട്ടി എന്തായാലും സെയിൽസ് ആയിട്ട് വന്നു. ചായ എങ്ങനെ? ചായ കൊള്ളാം, ചായ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതേപോലെ ദിവസവും ചായ ഇട്ട് വരാൻ അല്ലേ സംഭവം കൊള്ളാം. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ നല്ലതാ അല്ലേ? ഞാൻ അച്ചാച്ചനോടും സംസാരിക്കട്ടെ. എന്തോ എന്നിട്ട് ഞാൻ പറയാം. അച്ചാച്ചനോട് അച്ചാച്ചനോട് ചോദിക്കാൻ ഞാൻ ചെയ്യല. അച്ചാച്ചനോട് എനിക്ക് ചോദിക്കണം. അച്ചാച്ചോ അപ്പോഴത്തേക്കും ചെവി മണ്ണ് വീണ്. അച്ചാച്ചോ പിന്നെ ഒരു പെങ്കൊച്ച് വന്നേക്കോ ഇവിടെ. അപ്പൊ നമുക്കിവിടെ കേട്ട അതൊക്കെ ഞാൻ പറയട്ടെ. വേണം എന്നെ ഒരു അടി അടിച്ചോ എന്നാലും കുഴപ്പമില്ല. അച്ചാച്ചൻ പറഞ്ഞു. പക്ഷെ എന്നാലും ഇവിടെ വന്നു, പെങ്കുത്തിനെ ഇഷ്ടപ്പെട്ടു എനിക്ക്. അങ്ങനെയാണെങ്കിൽ അതങ്ങ് സെറ്റ് ചെയ്താൽ പോരെ? ഞാൻ അതാ ചോദിക്കുന്നത്. ഞാൻ ഓക്കെ ശരി അച്ചാച്ചോ അത് മതി. അതെ എന്നാ പറഞ്ഞു അച്ഛൻ? അച്ചാച്ചൻ പറയുന്നത് എന്നാന്ന് വെച്ചാലേ, ഈ പെങ്കുച്ചിനെ ഞാൻ കല്യാണം കഴിക്കണമെന്ന് അച്ചാച്ചൻ പറയുന്നത്. മറ്റേ വിഷയമില്ലെന്ന് അച്ചാച്ചൻ പറയുന്നു.
എങ്ങനെ എങ്ങനെ അല്ല മറ്റേത് വിഷയമില്ല, ഞങ്ങൾ വേണമെങ്കിൽ കല്യാണം കഴിച്ചോളാം. ഞാൻ ഇങ്ങനെ നിൽക്കുവാണല്ലോ 55 വയസ്സായാലും. അല്ല അത് ശരിയാത്തില്ല. അല്ല ശരിയാകും. അല്ല അത് ശരിയാത്തില്ല ചേട്ടാ. ശരിയാകും. ഞാൻ ആ കുട്ടിയോട് ഞാനല്ലേ സംസാരിക്കണം പോണേ. അല്ല, നീ ഒന്ന് ആലോചിച്ചേ. ചേട്ടാ നീ ഒന്ന് ആലോചിച്ച് എന്തോ ചേർച്ചയാന്ന് നോക്കിയാ. ചേട്ടൻ മാറി നിനക്കെന്തുവാടാ? കൈ വിട്ടേ നിനക്കെന്തുവാടാ? കൈ എടുത്ത് മാറ്റി. എടാ എന്ന് ഞങ്ങൾ നല്ല ചേർച്ചയായിരിക്കും. ചേട്ടൻ മാറുന്നത് എടാ, ഞാൻ- ചേട്ടാ ചേട്ടാ രാജാച്ചൻ പറഞ്ഞാ ഞാൻ അച്ഛൻ പറഞ്ഞാലും ചേട്ടൻ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. പോരുന്നു എന്റെ കൂടെ. പോരുന്നു എന്റെ കൂടെ. പോന്നല്ലോ എന്റെ കൂടെ. പോന്നല്ലോ എന്റെ കൂടെ. നല്ലരുത്. എന്തുവാ? ഞാൻ ഏത് വിളിച്ചോണ്ട് വന്നാണ്. എന്തോ ഇന്റെ നല്ലരുത്. അവിടെ എവിടുത്തെ എന്തിന്റെ? ഞാൻ കല്യാണം കഴിച്ച പെണ്ണ. ഞാൻ കല്യാണം കഴിച്ച പെണ്ണ. അച്ചാച്ചോ അലമുണ്ടാക്കല്ലേ അച്ചാച്ചാ. ഇവൻ പഠിപ്പിച്ച അച്ചാച്ചാ നമ്മുടെ തറവാട്. അച്ചാച്ചോ ഇവൻ ഏതോ പെങ്കൊച്ചോട് നേരെ ഗുഡാൽഫി ഉണ്ടായിരുന്നു. ഇവൻ വിളിച്ചോണ്ട് വന്നേക്കുവാ. ഞാൻ നമ്പർ ഇറക്കിപ്പോ പറഞ്ഞു കേട്ടോ. നീ പറയും. നീ സത്യം ആരോടെങ്കിലും പറഞ്ഞാൽ സത്യമായിട്ട് നേരി ഏത് ചേട്ടൻ ഞാൻ ചോറിനകത്ത് വിഷം തന്നു കൊല്ലും. ചേട്ടൻ എങ്ങനെയാണെങ്കിലും ഞാൻ കൊല്ലും. ഉറപ്പായിട്ടും കൊല്ലും. ഉറപ്പ്. മൂത്ത മാമനിരിക്കുന്നത് ഞാൻ പറയും. ആ മാമനോട് പറഞ്ഞു നോക്ക്. അപ്പൊ അറിയാൻ കൊല്ലുമെന്ന്. എടാ ഇതിപ്പോ ഭരതം സിനിമയിലെ ലാലേട്ടന്റെ അവസ്ഥയാണെന്നല്ലേടാ എനിക്ക്. തീക്കുട്ടത്തിന് നടക്ക് ഇരിക്കുകയും വേണം. പാട്ടും പാടണം. നെടുമുഴുവനും മരിച്ചെന്ന് ആരോടും പറയാനും പറ്റിയല്ല. അതിന്റെ ഇടയ്ക്ക് കുറുവച്ചി ഇങ്ങനെ കാണിക്കുമ്പോ ഇങ്ങനെ വെക്കുവാൻ വേണമെങ്കിൽ എന്തോ ഒരു അവസ്ഥയാന്ന് പറയുന്നത്. ഞാൻ പറയുന്നേക്കാം. നീ സത്യം പറയുന്നത് എവിടെ നിന്ന് എങ്ങനെ ഒപ്പിച്ചു? എങ്ങനെ ഇത് എങ്ങനെയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. ചേട്ടാ ഞങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നു. അങ്ങനെ പറയാം. അങ്ങനെ പഠിക്കുവാ. എടാ ഇങ്ങനെ ഞാൻ വെറും പൊട്ടനാന്ന് വിചാരിക്കരുത്. നീ ഇവിടെ രാവിലെ ഈ ഷർട്ടും മുണ്ടും എന്റെ എടുത്തിട്ട് ഇവിടെ കന്ന് കറങ്ങിയപ്പോഴേ എനിക്കറിയാം നീ ഇതുപോലെ വേറെ ഒപ്പിച്ചോണ്ടെന്ന് എനിക്കറിയാം. ചേട്ടാ 5-6 വർഷമായിട്ട് ഞങ്ങൾ സ്നേഹമായിരുന്നു. എത്ര വർഷമായാലും കുഴപ്പമില്ല. നീ കല്യാണം കഴിച്ചും താമസിക്കുന്നു വേറൊരാൾ പറഞ്ഞു എനിക്കറിയാം കേട്ടാ. അതുകൊണ്ട് ഉടായ്പ രണ്ടും കൂടെ എന്റെ അടുക്ക് ഇറക്കരുത്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ കല്യാണം കഴിക്കണം അച്ചാച്ചൻ പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ഇതെനിക്കറിയത്തില്ല. നിനക്ക് എന്നോടങ്ങ് പറഞ്ഞാൽ പോരാ. ഇത് എന്ത് ഈ തറവാട്ടിന്റെ എന്തോന്നും പറഞ്ഞപ്പോ അല്ല അപ്പൊ അച്ഛന്റെ വാക്കുകള് പിന്നെ അച്ഛന്റെ ഉച്ചി അതും കേട്ടോണ്ട് കിടക്കണോ അച്ഛൻ? അച്ഛൻ കഴിഞ്ഞടാ. അത് കഴിഞ്ഞെന്നും പറഞ്ഞ് പുതിയ തലമുറയ്ക്ക് ജീവിക്കണ്ടേ? അല്ല അപ്പൊ ചേട്ടാ അങ്ങനോട് ചേട്ടൻ കല്യാണം കഴിക്കും. അല്ലല്ല വേണ്ട വേണ്ട വേണ്ട. ചേട്ടാ നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് ചേട്ടൻ നല്ലൊരു കല്യാണം വേണ്ട, ഞാൻ പറയുന്നേക്ക് അതല്ല ഇവിടെ വിഷയം. നിങ്ങൾ തമ്മിൽ ചേരുന്നു. നിങ്ങൾ ഇനിയിപ്പോ സന്തോഷമായിട്ട് നമ്മൾ ഇവിടെ താമസിക്കുന്നു. അതാണ് നല്ലത്. ഇനി വേണ്ട അത് വിട്ടേ. ചേട്ടൻ കല്യാണം കഴിക്കണം. വേണ്ട വേണ്ട. ഞാൻ കല്യാണം കഴിച്ചാൽ ശരിയാകത്തില്ല. എന്റെ പൊന്ന് ചേട്ടാ അച്ഛൻ മരിച്ചു മണ്ണോട് അടിഞ്ഞു. അതെ, അതെ. അച്ഛന്റെ പ്രതിജ്ഞ എല്ലാം പോയി. അതെ, അതെ. നമ്മളല്ലേ ജീവിക്കണ്ടേ? അതെ. ഒരു ചെറിയ ജീവിതമല്ലേ ചേട്ടാ? സംഭവം ആസ്വദിക്കാം. പക്ഷെ എന്നും പറഞ്ഞ് ഞാൻ ഇനി കല്യാണം കഴിച്ചാൽ ശരിയാകത്തില്ല. എന്നാ ചേട്ടാ കല്യാണം കഴിച്ച കുഴപ്പം? അപ്പൊ ഞാൻ ഇനി അപ്പൊ അങ്ങനെ കല്യാണം കഴിച്ചാലേ പത്തനാപുരത്ത് ആ തട്ടുകട നടക്കുന്ന ചാന്ത 3 പിള്ളേരോട് എന്തോ ചെയ്യൂ അപ്പൊ? പിന്നെ യവന് മാത്രം വേണ്ടായോ അത് പിന്നെ ചേട്ടാ അപ്പൊ നമ്മുടെ അച്ഛൻ എന്റെ അച്ഛന്റെ ഉച്ചി